നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ന് എത്ര മനോഹരമായ വാക്കുകളായിരുന്നു അല്ലേ ആ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹം നമ്മൾ ഓരോ മലയാളികളെടുത്തും നൽകിയത്. അപ്പോൾ ഒരുപാട് കാലം തിരക്കി നടന്ന കോളേജ് മാഗസിൻ നടൻ മോഹൻലാലിന് കിട്ടിയ കഥയെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ടല്ലേ. കോളേജിൽ മികച്ച നടനുള്ള സമ്മാനം വാങ്ങുന്ന ഒരു ഫോട്ടോ ഉൾപ്പെട്ട കോളേജ് മാഗസീനാണ് താരമേറെ കാലം തിരക്കി നടന്നത്. MG കോളേജിന്റെ മാഗസിൻ മോഹൻലാലിന്റെ ജൂനിയറായി പഠിച്ച വത്സലയാണ് ഒടുവിൽ അത് നൽകിയത്. മാഗസിൻ നേരിട്ട് നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും താരമൊന്ന് ഫോണിൽ വിളിക്കുമെന്ന് വിചാരിച്ച് വത്സല അങ്ങനെയൊന്ന് കരുതിയിരുന്നു. അങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും മോഹൻലാലിന്റെ ഒരു ഫോൺ കോളിനായി വത്സല അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട്. മാഗസിൻ അത് തിരികെ കൊടുക്കുന്നു. എന്താണ് സംഭവം എന്നറിയാം. തിരുവനന്തപുരം MG കോളേജിലെ 1979-80 കാലഘട്ടത്തിലെ കോളേജ് മാഗസിൻ മാത്രമാണ് ശേഖരത്തിലില്ലാത്തത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫോൺ കോൾ എത്തി. ഞാൻ മോഹൻലാലിനെക്കാളും 2 വർഷം ജൂനിയർ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് മോഹൻലാലിൻ്റെ വീട് മുടവുമ്പോഴാണ്, ഇത് പൂജപ്പുരയാണ്. ഇങ്ങനെ കണ്ടുള്ള പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയ കാര്യം വെച്ചാൽ ഒരു മാഗസിൻ. അപ്പോൾ അതിൽ ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ മാഗസിൻ ലാലിന് കുറേ പേരുടെയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മുരളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മോഹൻലാലിന് ശബരിമല വെച്ചെങ്ങാണ്ട് കണ്ടു, അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാഗസിൻ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ സംഘടിച്ച് കൊടുക്കാമെന്ന് കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ തരില്ല, ഞാനിത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ലാൽ വേണമെങ്കിൽ ലാൽ എന്നെ വിളിക്കട്ടെന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുരളി പറഞ്ഞു, അങ്ങനെ കടുംപിടുത്തം പിടിക്കണ്ട, കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെന്ന് പറഞ്ഞു. വീണ്ടും 2 പ്രാവശ്യം വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതെന്തിനാ അവർക്ക് ആവശ്യപ്പെട്ടെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ ലാൽ വലിയ നടനൊക്കെയാണ്, നമുക്ക് പഴയ ലാലാണ്. നമുക്ക് മനസ്സിലെപ്പോഴും ഇവരെത്രയൊക്കെ വലുതായാലും സന്തോഷമല്ല എന്നല്ല പറയണത്, വലിയ സന്തോഷമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം കോളേജിലെ എൻ്റെ സീനിയർ വിളിക്കാനൊന്നും അവർക്കൊന്നും സമയം കാണൂലല്ലോ. പിന്നെ ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറലി എത്ര ആളോ വലിയ ആളാണെങ്കിലും അവർ വിളിക്കണ്ടേ. അങ്ങനെ ഒരു കാര്യം സാധനം എൻ്റെ കിട്ടി, താങ്ക്സ് പറയണ്ടേ, നാച്ചുറൽ. പക്ഷെ ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നൊന്നും കാര്യമില്ല, വിളിച്ചില്ല എന്ന് പക്ഷെ ഒന്നൊരു പ്രശ്നവുമില്ല. എന്തായാലും ഒരു മാഗസീൻ കൊടുത്ത കഥ അറിയാനാണ് വന്നത്. ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് അതിശയം തോന്നി. എൻ്റെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു, ഞാൻ മറന്നു പോകുന്നത് ശരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിന് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അന്നൊരു വിളി കാത്തിരുന്നു. തിരക്കാണെന്നൊക്കെയുള്ള ബോധ്യമുണ്ട്. എങ്കിൽ പോലും ഏറ്റവും അവിസ്മരണീയമായൊരു ചിത്രമാകും ലാലേട്ടന് അന്ന് ഇവിടെ നിന്ന് ഒരു മാഗസിൻ വഴി കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു വിളിയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും അല്ലേ, ബാക്കിയുള്ളവരെ പോലെ ഒരു വിളി ആഗ്രഹിക്കുന്നുണ്ട്. ആ വിളി എത്തുമെന്ന പ്രതീക്ഷയിലുമാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് തന്നെ നമ്മുടെ ഇവിടെ. രാഹുലെ, ശരിക്കും സംസാരിച്ചപ്പോൾ ആ ഒരു പഴയ കോളേജ് കുസൃതിയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടല്ലേ. വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമല്ലേ, സ്പെഷ്യൽ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ നമുക്കൊരു സന്തോഷവും ഒരുപക്ഷെ നമ്മളുടെ ഒരു പഴയ കാലത്തിലേക്ക് പോകും. മാഗസീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ മോഹൻലാൽ തിരക്കി നടന്നതാണ്, വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുതരം കുസൃതിയൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു മാഗസീൻ കിട്ടി, അത് കൊടുക്കാൻ കാണിച്ചതും വലിയൊരു മനസ്സ് തന്നെയാണ്, അവരുടെ കയ്യിലുള്ളതാണ്. ഒരുപാട് ഓർമ്മകൾ വത്സല എന്ന് പറയുന്ന സ്ത്രീക്കും നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നിട്ടും അത് കൊടുക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു ഫോൺ വിളിക്ക് വേണ്ടിയിട്ടൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. എന്തായാലും കൗതുകരമായ കഥയാണ്. കാരണം ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ടുള്ള ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന കഥകളെല്ലാം അല്പം കൗതുകമുള്ളതും അല്പം സ്പെഷ്യലുമാകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ വത്സല അവിടെ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതമായി നിങ്ങൾ വന്നത് കണ്ടപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നുണ്ട്, ആ മാഗസീൻ മോഹൻലാലിന് കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ വന്നതും സ്പെഷ്യലാകുന്നതും എന്നുള്ളത്. കാരണം എത്രയധികം അവാർഡ് ലഭിച്ചു, ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരവും ലാലേട്ടന് ലഭിച്ചു. അപ്പോഴും ലാലേട്ടൻ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ആഗ്രഹിച്ചത് കോളേജിൽ മികച്ച നടനായി അവാർഡ് വാങ്ങിയ ചിത്രത്തിന് വേണ്ടിയാണ്. കുറേയധികം
അന്വേഷിച്ച് കിട്ടാഞ്ഞിട്ടാണ്. കാരണം ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോൾ പലരും കൊടുക്കാൻ തയ്യാറാകും, അല്ലെങ്കിൽ അത്രമാത്രം ബന്ധമുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. അപ്പോഴും കിട്ടാതിരിക്കുന്ന ഒരു ചിത്രം, ഒരു മാഗസിൻ, ഒരു കനി പോലെ കിട്ടുകയാണെന്ന് പറയുന്നത് രസകരമായ കാര്യമാണ്. അത് കൊടുത്തത് ഞാനാണെന്ന് പറയുമ്പോൾ വത്സലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. ജൂനിയറാണ്, മോഹൻലാലിൻ്റെ ജൂനിയറാണ്, അങ്ങനെ വലിയ ഈ പേഴ്സണലായ ബന്ധമില്ല എങ്കിൽ പോലും അത് കൊടുത്തു എന്നുള്ള സന്തോഷമുണ്ട്. വിളിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത്ര തിരക്കുള്ള ആളാണെന്ന് അറിയാം. എങ്കിലും നമ്മളൊന്ന് കാട്ടിക്കൊടുത്തതാണ്, ഒന്ന് വിളിച്ചാൽ നന്നാകും. കാരണം മോഹൻലാലിന്, ലാലേട്ടന് അത്രമാത്രം പ്രിയപ്പെട്ടൊരു സമ്മാനം, ചിത്രം നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് വിളിച്ചേക്കൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. വ്യക്തിപരമായി നമ്മളെല്ലാവരും ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഒരു കോളിനായൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച, ഒരു ഫോട്ടോ ഒക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാകും മത്സരമെന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ നമ്മളെപ്പോലെയല്ല, കുറച്ചുകൂടി പക്വതയുണ്ട്, ഒരു കൂട്ടുകാരിയുടെ, ഒരു സഹപാഠിയുടെ ഒക്കെ പക്വതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കൗതുകം. ശരിയാണ് രാഹുൽ, അത് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം നമുക്ക് തോന്നുന്നുണ്ടല്ലേ. ഒരു പക്ഷെ അറിയാവുന്നവർ തമ്മിലാണ്, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് നല്ലൊരു കാര്യം തന്നെയല്ലേ ചെയ്തത്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ആ കോളേജ് മാഗസിൻ എൻ്റെ ഇതൊന്ന് കളഞ്ഞുപോയി, നീ എനിക്ക് തരുമോ എന്നൊരു കൂട്ടുകാർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനും ഒന്ന് മടിക്കും, കാരണം അത്രത്തോളം വലിയ ഓർമ്മകൾ ഉറങ്ങുന്ന ഒന്നാണ്. അപ്പോൾ മോഹൻലാലാണ് ചോദിച്ചത് എങ്കിൽ പോലും തുടക്കത്തിലൊരു മടിയായി പോയതും അതുകൊണ്ടായിരിക്കാം. പക്ഷേ വിട്ടുകൊടുക്കുകയായിരുന്നു, ആ ഓർമ്മകൾ മറ്റൊരാൾക്ക് വീണ്ടും സമ്മാനിക്കുകയായിരുന്നു. അതും വലിയൊരു കാര്യം തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും അവരെ വിളിച്ചു, ലാലേട്ടനൊന്ന് വത്സല ചേച്ചി വിളിച്ചു എന്ന് പറഞ്ഞത് കേട്ടാൽ നമുക്കും ഒരു സന്തോഷമല്ലേ. അങ്ങനെ തന്നെ പോകട്ടെ. ശരി രാഹുൽ.